അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, ഒരിക്കൽ ബഹുമാനപ്പെട്ട അഹ്മദ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാളൊരു ചോദ്യം ചോദിക്കുകയാണ്. കൈഫ അസ്ബഹത, നിങ്ങൾ എങ്ങനെയാണ് സുബഹി നേരം ആകുന്നത് എന്ന് പറഞ്ഞാൽ, ഒരു രാവിലെ എണീക്കുമ്പോൾ എന്ത് ചിന്തിച്ചിട്ടാണ്, ഏത് രീതിയിലാണ് ഒരു ദിവസം തുടങ്ങുന്നത്? അത് വലിയൊരു വിഷയമാണല്ലോ. ഒരു ദിവസം വിജയിക്കണമെങ്കിൽ അന്നത്തെ രാവിലെ തന്നെ നമ്മുടെ കൽബിൽ നല്ല ചിന്തകളൊക്കെ ഉണ്ടാകണം. പലപ്പോഴും നമുക്കതിനൊന്നുമില്ല. രാവിലെ എണീക്കുന്നു, ഇന്നെന്ത് ചെയ്യണമെന്നോ ഇന്ന് ഏത് രീതിയിൽ ഇബാദത്തുകൾ ചെയ്യണമോ ഒന്നും നാം ചിന്തിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് അത്തരത്തിലുള്ള താല്പര്യമുണ്ടാവുകയില്ല. മഹാന്മാരുടെ ജീവിതം എന്ന് പറയുമ്പോൾ എന്ന് രാവിലെ എണീക്കുമ്പോൾ അവർ കുറേ കാര്യങ്ങളൊക്കെ ചിന്തിച്ച്, ഇന്നത്തെ ദിവസം ഇങ്ങനെയാണെന്ന് ചിന്തിച്ച്, ഈ രീതിയിലാണ് ഞാൻ ജീവിക്കേണ്ടതെന്ന് ചിന്തിച്ച് അവർ ആ ദിവസം തുടങ്ങുകയാണ്. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട അഹ്മദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചത്, നിങ്ങൾ എന്ത് ചിന്തിച്ചിട്ടാണ്, ഏത് രീതിയിലാണ് ഒരു സുബഹി തുടങ്ങുക? അപ്പോഴാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്, കൈഫ അസ്ബഹ മൻ റബ്ബുഹു യുതാലിബുഹു ബിഅദാഇൽ ഫറാഇൽ. ഞാൻ ആദ്യമായി ചിന്തിക്കുന്നത് അല്ലാഹുവിനെ കുറിച്ചാണ്. ഇന്നത്തെ ദിവസം എന്നോട് റബ്ബ് കൽപ്പിച്ച കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ചെയ്യണം. എന്താണത്? അതേ, റബ്ബ് എന്നോട് ആദ്യമായി കൽപ്പിച്ചത് ഫർളുകൾ വളരെ കൃത്യമായി വേണ്ടതുപോലെ ചെയ്യണമെന്നുള്ള ആ വലിയൊരു ചിന്ത റബ്ബ് രാവിലെ വന്ന് എന്നോട് പറയുന്നത് പോലെ ഞാൻ ചിന്തിക്കുകയാണ്. എന്നിട്ടോ ബഹുമാനപ്പെട്ടവർ പറയുന്നു, അള്ളാഹുവിന്റെ ചിന്ത മാത്രമല്ല, ആ സമയത്ത് മുത്തുനബിയും എൻ്റെ അടുക്കൽ വന്നുകൊണ്ട്, ഇന്നത്തെ സുന്നത്തുകളെല്ലാം നീ പാലിക്കണം, ഒരു സുന്നത്തും നീ കൈവിടരുതേ എന്ന് എന്നെ ഉപദേശിക്കുന്നത് പോലെ എനിക്ക് തോന്നുകയാണ്. അപ്പൊ അതോടുകൂടെ എന്തായിപ്പോയി? അതേ, ഇന്നത്തെ ദിവസം ഒരു ഫർളും നഷ്ടപ്പെടാൻ പാടില്ല, അതിലൊരു കുറവും ഉണ്ടാകാൻ പാടില്ല. കൃത്യസമയം അത് വേണ്ടതുപോലെ ചെയ്യണം. അതോടുകൂടെ മുത്തുനബിയെ സ്നേഹിക്കുന്ന ഞാൻ, മുത്തുനബി കൽപ്പിച്ച എല്ലാ സുന്നത്തുകളെല്ലാം കൃത്യമായി പാലിക്കുന്നവനാകണം എന്ന ചിന്തയായിരിക്കും എനിക്കെല്ലാ ദിവസം. വീണ്ടും പറയാൻ, അത് രണ്ട് ചിന്ത മാത്രമല്ല, മൂന്നാമത്തെ ഒരു ചിന്ത ഞാൻ ചിന്തിക്കുന്നത്, അതേ, രണ്ട് മലക്കുകൾ എൻ്റെ കൂടെയുണ്ടല്ലോ, അവരൊന്നും എന്നോട് പറയുന്നത് പോലെ എനിക്ക് തോന്നുകയാണ്. അതേ, നന്മകൾ ധാരാളം ചെയ്യണം. ചെയ്യുന്ന നന്മകളിലെല്ലാം നല്ല ഈമാൻ ഉണ്ടാകണം, ഇഖ്ലാസ് ഉണ്ടാകണം, നിയ്യത്തുണ്ടാകണം, എല്ലാം രേഖപ്പെടുത്തുന്നവരാണ് നമ്മൾ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു കുറവുണ്ടാകാൻ പാടില്ല എന്ന്. അങ്ങനെ കുറവുണ്ടായാൽ അതൊക്കെ നമ്മൾ രേഖപ്പെടുത്തുമെന്ന് രണ്ട് മലക്കുകൾ എന്നോട് പറയുന്നത് പോലെ എനിക്ക് തോന്നുകയാണ് എന്ന് ബഹുമാനപ്പെട്ടവർ പറയാണ്. എന്ത് ഗൗരവത്തോടു കൂടെ കേൾക്കേണ്ട വിഷയമാണ്. വീണ്ടും ബഹുമാനപ്പെട്ടവർ പറയുന്നു, കേവലം അള്ളാഹുവിനെയും മുത്തുനബിയും മലക്കുകളെ മാത്രമല്ല ചിന്തിക്കുന്നത്, എൻ്റെ ശത്രുക്കളായ രണ്ട് കാര്യത്തിനെയും ഞാൻ ചിന്തിക്കുന്നുണ്ട്. എന്താണ്? വളരാദ്യമായൊരു ശത്രുവാണല്ലോ നമ്മുടെ ശരീരം. അപ്പോൾ ഞാൻ എൻ്റെ ശരീരത്തിനു ഞാൻ ചിന്തിക്കുന്ന, വളരെ കരുതലോടുകൂടെ ഞാൻ ചിന്തിക്കുന്ന ഒരു വിഷയമാണ് എൻ്റെ നഫ്സിനെ കുറിച്ച്. എൻ്റെ നഫ്സ് എൻ്റെ തടിയിച്ച ഇന്ന് പലതിലേക്കും എന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കും. അതേ, തടിയിച്ച ഇന്ന് പലതും എന്നെ കൊതിപ്പിക്കും. അതിലൊന്നും പെട്ടുപോകരുതേ എന്ന് എനിക്ക് വളരെ നിർബന്ധമാണ്. അങ്ങനൊരു ഉപദേശം എൻ്റെ കൽബിലേക്ക് ഞാൻ കൊണ്ടുവരും. എന്ന് മാത്രമല്ല, ഇബ്ലീസും ഉണ്ടല്ലോ, രണ്ടാമത്തെ ശത്രു, അവനും എന്നെ ചീത്ത ചെയ്യാൻ വേണ്ടി കുറെ പ്രേരണവുമായി എന്നെ കൂടെ വരും. അതും ഞാൻ കരുതിയിരിക്കണമെന്ന് വളരെ ഗൗരവത്തോടു കൂടെ ഞാൻ ചിന്തിക്കുന്നൊരു വിഷയമാണ്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, എന്തൊരു ചിന്തകളാണ് ഒരു മനുഷ്യൻ സുബഹി സമയത്ത്, അവൻ രാവിലെ എണീക്കുന്ന സമയത്ത് ഏത് ചിന്തയിലാണ് ജീവിക്കേണ്ടതെന്ന് ബഹുമാനപ്പെട്ടവർ അവിടുത്തെ ജീവിതം കൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. വീണ്ടും ബഹുമാനപ്പെട്ടവർ പറയുന്നു, വമലക്കുൽ മൗത്ത് യുറാഖിബു ഖബ്ല റൂഹഹു, മലക്കുൽ മൗത്തിന്റെ അടുത്തുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. അതേ, ഇതെല്ലാം ഉണ്ടെങ്കിലും മലക്കുൽ മൗത്തിന്റെ അടുത്തുണ്ട്, അതാ എൻ്റെ റൂഹ് പിടിക്കാൻ മലക്കുൽ മൗത്ത് ഇങ്ങനെ കാത്തിരിക്കുന്നു എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്.
ആ ബോധത്തോടു കൂടിയും ഞാൻ ചിന്തിക്കുകയാണ്. എന്നിട്ട് അവസാനം പറയുന്നു വയ്യാലുഹു യുത്വാലിബൂനഹു ബിന്നഫ്ഖ. വളരെ ഗൗരവത്തോടു കൂടെ അടിവരയിട്ട് പറയേണ്ട ഒരു വിഷയമാണ്. ഇതെല്ലാം ഉള്ളതോടുകൂടെ എൻ്റെ കുടുംബത്തിനെ കാര്യം ഞാൻ മറക്കുന്നില്ല. അവിടെ ബഹുമാനപ്പെട്ട അവസാനം പറയുന്നു, ഇതെല്ലാം ശരിപ്പെടുത്തി ഇതെല്ലാം വേണ്ടതുപോലെ ചെയ്യണമെന്ന് ചിന്തിച്ച് അവസാനം ഞാൻ ചിന്തിക്കുന്ന ഒരു ചിന്തയുണ്ട്, എൻ്റെ കുടുംബമുണ്ട്, അവർക്ക് ചെലവ് ചെയ്യൽ എനിക്ക് നിർബന്ധമാണ്, അവരുടെ കാര്യം കൂടി എനിക്ക് നോക്കണമല്ലോ എന്നുള്ള ആ കാര്യം കൂടി ഞാൻ ചിന്തിക്കുകയാണ് എന്ന് ബഹുമാനപ്പെട്ട അഹ്മദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ സുബ്ഹിന്റെ ചിന്തകൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെയാണ് ഒരാൾ രാവിലെ എണീക്കുന്ന സമയത്ത് അവൻ്റെ ചിന്തകൾ അവൻ കൊണ്ടുപോകേണ്ടത്. അങ്ങനെ ചെയ്താൽ എത്രയോ കാര്യങ്ങൾ നമുക്ക് ഭംഗിയായി കിട്ടും. ഇതല്ലേ മഹാന്മാരുടെ ജീവിതം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം അവൻ നന്നാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.